ഹേ ഗായ്സ്, വെൽക്കം ടു ക്രിസോറ ഡയറീസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് A4 ഷീറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒരു സിമ്പിളായിട്ട് എങ്ങനെ ഒരു വാൾ ഡെക്കർ അഥവാ ഒരു ഫ്രെയിം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് ഒരു A4 ഷീറ്റ് എടുക്കാം. ഇനി ആ A4 ഷീറ്റിൻ്റെ 4 സൈഡിലും നമുക്ക് ലൈൻസ് മാർക്ക് ചെയ്യണം. അത് 1 സെൻറ്റിമീറ്റർ വെച്ച് ഓരോ സൈഡിലും 4 ലൈൻസാണ് മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ പറയുമ്പം നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. വീഡിയോ നോക്കിയിട്ട് അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഒരു സൈഡിൽ വരച്ചിട്ടുണ്ട്. ഇനി അതുപോലെ 3 സൈഡിലും കൂടെ നമുക്ക് വരച്ചെടുക്കാം. ഇത്രയും വരച്ച് കഴിഞ്ഞാൽ നമുക്ക് A4ൻ്റെ 4 കോർണേഴ്സിലും സ്മോൾ 16 സ്ക്വയേഴ്സ് വരുന്നൊരു സ്ക്വയർ ഷേപ്പിൽ കിട്ടും. ആൻഡ് ആ പോർഷൻ നമുക്ക് ആവശ്യമില്ല. സോ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ 4 പോർഷനും നമ്മൾ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ A4ൻ്റെ 2 സ്മോൾ സൈഡ്സ് ഉണ്ടാവില്ലേ, അവിടെ നമ്മൾ 1 സെൻറ്റിമീറ്റർ വെച്ചിട്ട് എക്സ്ട്രാ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ആൻഡ് എന്നിട്ട് ആ ലൈനിലേക്ക് നമ്മൾ അതിൻ്റെ കോർണേഴ്സിൽ നിന്ന് 2 ലൈൻസ് വെച്ചിട്ട്, അതായത് ഫസ്റ്റ് റോയിലും അതേപോലെ തന്നെ തേർഡ് റോയിലും നമ്മൾ കോർണർ പോലെ വരയ്ക്കും. ആൻഡ് സെക്കൻഡ് റോയിൽ വന്നിട്ട് ആ ഒരു 1 സെൻറ്റിമീറ്റർ വിഡ്ത്തിലും നമ്മൾ കട്ട് ചെയ്തും റിമൂവ് ചെയ്യും. അത് ഞാൻ പറയുമ്പം മനസ്സിലാവില്ല, ഈ വീഡിയോയിൽ നോക്കിയിട്ട് ആ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യണം. അപ്പോൾ നമ്മളിതാ 4 പോർഷനും ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ആ ഓരോ റോസും നമ്മൾ നല്ല ഷാർപ്പ് എഡ്ജസായിട്ട് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. സ്കെയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൂൾസ് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് നമ്മൾ ആ വരച്ച ലൈനിലൂടെ നമുക്ക് 4 റോസും ഫോൾഡ് ചെയ്തെടുക്കാം. ഇതേപോലെ 4 വശങ്ങളും നമ്മൾ ഫോൾഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പകുതിയല്ല 90% ഓഫ് വർക്ക് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ ഓരോ സൈഡും എന്താ പറയുക ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആൾട്ടർനേറ്റ് സൈഡുമായിട്ട് ലോക്ക് ചെയ്ത് വെക്കുക. അതായത് നമ്മൾ വലിയ സൈഡ് ഉണ്ടല്ലോ, A4ൻ്റെ വലിയ 2 സൈഡ്സും ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പോർഷനില്ലേ, ചെറിയ സൈഡിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പോർഷൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ലോക്ക് ചെയ്ത് വെക്കുക. ആൻഡ് ഫൈനലി നമുക്ക് ഇങ്ങനെ ഒരു ഫ്രെയിം സെറ്റായി കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ അതിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഡ്രോയിങ്സോ അല്ലെങ്കിൽ വിഷസോ കാര്യങ്ങളോ എഴുതിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക വല്ല വാൾ ഡെക്കോർ ഐറ്റംസ് എന്തെങ്കിലും നമുക്കുണ്ടെങ്കിൽ, നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെക്കാം. അങ്ങനെ നമുക്ക് വെക്കാം. ഇതിപ്പോൾ കറക്റ്റ് സൈസല്ല, ഞാൻ ചുമ്മാ കാണിച്ചൊക്കെ വേണ്ടി വെച്ചാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് അതുപോലെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഡ്രോയിങ്സോ എന്തെങ്കിലും നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേറൊരു പേജിൽ ചെയ്തിട്ട് അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വേണ്ട വർക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സൈസിലൊരു പേപ്പർ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വർക്ക് നമ്മൾ ഡ്രോയിങ്ങോ അല്ലെങ്കിൽ റൈറ്റിങ്സോ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തിട്ട് അതിനുള്ളിൽ ഇൻസേർട്ട് ചെയ്ത് വെക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു സിസ്റ്റേഴ്സിൻ്റെ തീമിലൊരു ഫ്രെയിം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്, ഒരു സിബ്ലിങ്സ് ബോണ്ടിൽ. സോ അപ്പോൾ ഞാൻ 2 സിസ്റ്റേഴ്സ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു രീതിയിൽ ഒരു ചെറിയൊരു പിക്ചർ വരച്ചെടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ നന്നായിട്ട് ഡ്രോയിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് വരയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് സ്കെച്ച് ചെയ്യുക അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ഡ്രോയിങ്സ് വരയ്ക്കാം. നിങ്ങൾക്ക് അതിനുള്ളിൽ എന്താണോ വരയ്ക്കാൻ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് വരയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം ഇൻഫോർമേറ്റീവായിട്ടുള്ള കോഡ്സോ അല്ലെങ്കിൽ മോട്ടിവേറ്റിംഗ് കോഡ്സോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് റൂം ഡെക്കറേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് എന്ത് രീതിയിൽ വേണമെങ്കിലും ഈ ഒരു ഫ്രെയിമിനെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പം സിമ്പിളായിട്ട് ഒരു സിസ്റ്റേഴ്സിന് ഒരു കുഞ്ഞു ഡ്രോയിങ് ചെയ്തെടുക്കുന്നു എന്നുള്ളൂ. അങ്ങനെ ഫൈനലി നമ്മൾ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഹെയർസ് ഞാൻ ബ്ലാക്ക് കളർ പെന്ന് വെച്ച് തന്നെയാണ് ഫിൽ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കതിൻ്റെ ഡ്രസ്സും കൂടെ ഒന്ന് കളർ ചെയ്തെടുക്കാം. പിക്ചറൊന്ന് കളർ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം.
അങ്ങനെ ഫൈനലി നമ്മൾ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് വരയ്ക്കാം. ഇത് ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ റെഫറൻസ് എടുത്തിട്ട് ജസ്റ്റ് വരച്ചതേ ഉള്ളൂ. ആൻഡ് ഇനി നമുക്ക് ഇത് കുറച്ചും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കുറച്ചും കൂടെ ഒന്ന് കോഡ്സൊക്കെ ആഡ് ചെയ്ത് കുറച്ചൊന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ആ പേപ്പറിൻ്റെ ടോപ്പിൽ കുറച്ച് ഹേർട്സും അതേപോലെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ലൈറ്റ്സും പോലെ കുറച്ചിങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് ഒരു മൂണും അങ്ങനെയൊക്കെ വരച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊക്കെ ഒന്ന് കളർ ചെയ്ത് അടിപൊളിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ താഴെ കുറച്ച് ലീവ്സും കുറച്ച് ഗ്രാസസും ഫ്ലവേഴ്സും ഒക്കെ കൂടെ വരച്ച് പിക്ചർ ഒന്നും കൂടെ ഒന്ന് കളർഫുള്ളാക്കി എടുക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ വരച്ചിട്ടുള്ള പിക്ചർ എന്ന് പറയണത്. ആൻഡ് ഇതിൽ ഞാനിനി കുറച്ച് കോട്ട്സും കൂടെ ആഡ് ചെയ്യണം, അപ്പോഴാണ് ഇതൊന്ന് ഫില്ലായിട്ട് കിട്ടുക. ഓൾസോ ഞാനതൊരു സിസ്റ്റർ തീമിൽ ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇതെൻ്റെ സിസ്റ്ററിന് ഗിഫ്റ്റ് ചെയ്യാമെന്ന്. സോ ഞാൻ ആഡ് ചെയ്ത കോഡ് എന്ന് പറയുന്നത്, no matter how tall you grow, you will always be my little sister. No matter how much time passes, I will always be right there for you. ഇതാണ് ഞാൻ ആഡ് ചെയ്ത കോട്ട്. എന്തായാലും അവൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ പിക്ചർ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. അത് സിമ്പിളാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഈ പേപ്പർ ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത പോലെ ജസ്റ്റ് ആ A4ൻ്റെ 4 കോർണേഴ്സും ഫോൾഡ് ചെയ്ത് നല്ല കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് വെക്കുക. ഓൾസോ ഇതൊന്നും കൂടെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കോർണേഴ്സിലൊക്കെ സെലോ ടാപ്പ് വെച്ച് ഒന്നും കൂടെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മുടെ ഫ്രെയിം ഇവിടെ സെറ്റായിട്ട് കിട്ടും. അത്രേ ഉള്ളൂ. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രെയിം ഇവിടെ സെറ്റായിട്ടുണ്ട്. A4 ഷീറ്റ് വെച്ചിട്ടുള്ള ഒരു ഫ്രെയിം നമുക്കൊരു അടിപൊളി വാൾ ഡെക്കോറാണ്. ഒരു A4 ഷീറ്റ് കയ്യിലുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കാണുമ്പോൾ ചിലപ്പോൾ കുറച്ച് ആ ഒരു ഫോൾഡിങ്ങും കട്ടിങ്ങൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷെ ചെയ്ത് നോക്കുമ്പോൾ അത്രയും സിമ്പിളാണ്. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദ വീഡിയോ. ആൻഡ് ഇതിൻ്റെ ഫസ്റ്റ് വോയിസ് ഓവർ വീഡിയോ ആണ്. അപ്പം എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓൾസോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഇനിയും ഇതുപോലെ തന്നെയുള്ള സിമ്പിൾ ക്രാഫ്റ്റ്സും വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ലവ് യു ഓൾ.